കൊറിയായി മന്തി അയച്ചെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഒരുത്തം വിളിച്ചിട്ട് പറയാം നമുക്ക് മന്തി അയക്കാൻ പോയല്ലോ. പിന്നെ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ മനസ്സിൽ കണ്ട കാര്യം ചെക്കന്മാനത്ത് കണ്ടല്ലോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിച്ചില്ല. എന്നാൽ പിന്നെ മന്തി അയച്ചേക്കാന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലെ വണ്ടിയാണെങ്കിൽ അമ്മ എടുക്കാൻ വിട്ടിച്ചില്ല, പെട്രോൾ ഇല്ലായിട്ട്. അതുകൊണ്ട് ചെക്കൻ എന്നെ കൂട്ടാൻ വന്നു. നമ്മൾ രണ്ടാളും മാത്രമല്ല മന്തി അയക്കാൻ പോകുന്നത്, നമ്മളെ കൂടിയാണെങ്കിൽ 3 മക്കളും കൂടി ഉണ്ട്. പിന്നെ ഈറ്റിലെ വീട്ടിൽ നിന്ന് അവരിങ്ങ് കൂട്ടുമ്പോൾ ഹാജറെല്ലാം പറയണം. അതുകൊണ്ട് നമ്മൾ ഹാജറും പറഞ്ഞ് അവരിങ്ങ് കൂട്ടി. ഇതാണ് നമ്മളെ 3ാമത്തെ ഹംക്ക്. ഇവനെ നമ്മൾ ഇങ്ങ് ട്യൂഷൻ സെന്ററിൽ നിന്ന് പോകും. അങ്ങനെ നമ്മൾ മന്തി അയക്കാൻ വന്നത് റെയ്താനിലാണ്. ഇവിടെയാണെങ്കിൽ അൺലിമിറ്റഡ് റൈസ് കിട്ടുന്നതുകൊണ്ട് റെയ്താനിലെ തന്നെ പോവാന്ന് നമ്മളങ്ങ് വിചാരിച്ചു. പിന്നെ നമ്മളാടുന്ന് നേരെ പോയത് വാഷ്റൂമിലേക്കാ. പിന്നെ വാഷ്റൂമിലെത്തി അടുത്ത കണ്ണാടി കണ്ടപ്പോൾ നമ്മൾ മന്തി അയക്കാൻ വന്നതാന്ന് മറന്നു. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അങ്ങ് മറക്കും. പിന്നെ ആടുന്ന് കുറേ സമയം പൂക്കി ഷൂട്ട് എടുക്കും. പിന്നെ ഈ കാണുന്നത് അടിയും പിടിയൊന്നുമല്ല, ഇരിക്കുന്ന സോഫി ഒരു സീസുവേൻ. ഇങ്ങോട്ട് വലിക്കും അങ്ങോട്ടും പോകും, അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ടും വരും. അവസാനം എങ്ങനെയല്ലോ സെറ്റാക്കി നമ്മളാടി അങ്ങ്. പിന്നെ മന്തി വരുന്നവരെ നമ്മളെ കണ്ടാലും അങ്ങ് സ്നാപ്പ് എടുത്ത് വെറുപ്പിച്ച്. സാധനം മന്തി വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങ് ജസ്റ്റ് പീസ് നോക്കി എടുത്ത് വെച്ച്. അങ്ങനെ നമ്മളാടുന്നൊരു വലിയ കോളയും മേടിച്ച് നമ്മൾ മന്തിയും കഴിച്ച് നമ്മളാടുന്ന് ഇറങ്ങി. അപ്പോൾ ഒക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.